ഡിസംബർ 15 ആണ് നമ്മളെ 99,280 ഒരു പവന് വില, റെക്കോർഡ് വില എത്തിയത്. 2000 പവന് 4000 രൂപ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 1 ലക്ഷത്തിനടുത്ത് എത്തിയിരിക്കുന്നത്. എന്റെ പ്രായത്തിലുള്ളവരാരും ഇതിനെ ഒരുപാട് പ്രശ്നമായിട്ട് കാണുന്നില്ല. ഇപ്പൊ ആഭരണം എല്ലാവരുടെ കട്ടായിട്ട് അസറ്റായി മാറി. ഇതൊരു വലിയ ഇൻവെസ്റ്റ് ആയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. വെറുതെ ആവശ്യമില്ലാതെ പൈസ മുതലാക്കി ഒരു ആഭരണം എന്നുള്ളതിന് പകരം ഒരു ദിവസം റെന്റഡ് ആയിട്ട് വരെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണല്ലോ ആഭരണങ്ങൾ. അങ്ങനെ ആളുകൾ ചൂസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. 2030 ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷവും 2050 ഞങ്ങൾ പവന് 6 ലക്ഷം വരെ പ്രതീക്ഷിക്കാം. നമസ്കാരം. സ്വർണത്തിന്റെ വില 1 ലക്ഷം എത്തിയിരിക്കുകയാണ്. നമ്മൾ മലയാളികൾ, പ്രധാനമായിട്ടും വീട്ടമ്മമാർ വലിയ ആശങ്കയിലാണ്. ഇതെങ്ങനെയാണ് ഈ സ്വർണത്തിന്റെ വില നമ്മുടെ സാമ്പത്തിക മേഖലയെ ബാധിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് മറുനാടൻ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കാലിക്കറ്റ് ബുള്ളിയൻ ഡീലേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ്, ട്രഷറർ, സെക്രട്ടറി എന്നുള്ളവരാണ്. ഇവർ വർഷങ്ങളായിട്ട് ഈ പറയുന്ന സ്വർണ്ണ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ സ്വർണത്തിന്റെ വില ലക്ഷം എത്തിയിരിക്കുകയാണ് അല്ലെ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിലാണ് വലിയൊരു അളവിൽ ഗ്രാജുവൽ ആയിട്ടുള്ള വർധനമുണ്ടായത്. ഇത് എന്താണ് ഇതിന്റെ കാരണം? കാരണങ്ങൾ പലതുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഡിസംബർ 15 ആണ് നമ്മളെ 99,280 ഒരു പവന് വില, റെക്കോർഡ് വില എത്തിയത്. 1 ലക്ഷം കിടക്കാനുള്ള സാധ്യതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്ദേശം 2000 പവന് 4000 രൂപ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 1 ലക്ഷത്തിനടുത്ത് എത്തിയിരിക്കുന്നത്. പല കാരണങ്ങൾ, ആഗോളതലത്തിലുള്ള കാരണങ്ങൾ, നമ്മുടെ അരക്ഷിതാവസ്ഥ, പിന്നെ നമ്മുടെ ഈ താരിഫ്, US താരിഫ്, നമ്മളെ ട്രംപിന്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ, അതിനൊരു കാരണമാണ്. പിന്നെ നമ്മുടെ സെൻട്രൽ ബാങ്ക്സ്, എല്ലാ രാജ്യങ്ങളിലുള്ള സെൻട്രൽ ബാങ്ക്സ് സ്വർണം ആണ് നിക്ഷേപമായിട്ട് ഇപ്പോൾ US ഡോളറിന്റെ മൂല്യശോഷണം കാരണം ഈ ഡോളറിൽ മാറിയിട്ട് സ്വർണത്തിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പല കാരണങ്ങളും ആണ് ഈ സ്വർണത്തിന് വില കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം 2 വർഷമായിട്ട്, അതായത് 2023 നവംബർ 1 പവന് 44,000 രൂപയായിരുന്നു ഒരു പവന്. ഏകദേശം 125% ഈ 2 വർഷക്കാലം കൊണ്ട് കൂടിയിരിക്കുന്നത്. 2026 ഡിസംബറോട് കൂടി തന്നെ ഈ സാമ്പത്തിക അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ 1.25 ലക്ഷത്തിലേക്ക് ഇവിടുന്ന് ഒരു 15 മുതൽ 25% വില കൂടാനുള്ള സാധ്യതയുണ്ട്. 2030 കൂടി ഏകദേശം 2 ലക്ഷം രൂപ വരെ വന്നാൽ അത്ഭുതപ്പെടാനില്ല ഈ സ്വർണത്തിനൊക്കെ. ഇപ്പം ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ ഉയരുന്നത് നമ്മുടെ വീട്ടുകാരെ സാധാരണക്കാരെ സംബന്ധിച്ചോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? ഇപ്പൊ പറഞ്ഞ പോലെ 2 വർഷങ്ങൾക്ക് മുമ്പ് 44,000 ഉണ്ടായിരുന്നിടത്തുനിന്ന് ഏകദേശം ഇരട്ടിയിലധികം വില കൂടുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക മേഖല, അതായത് സാധാരണക്കാരുടെ സാമ്പത്തിക മേഖല ഇതെങ്ങനെയാണ് ബാധിക്കുക? അതായത് ഉദാഹരണത്തിന് ഇപ്പൊ വളരെ ഉദാഹരണത്തിന് ഇപ്പൊ 2 വർഷം മുമ്പ് വരെ ഒരു 25 പവൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മാതാപിതാക്കൾ, ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ അത് 25 എന്നുള്ളത് അതൊരു 15 പവനും 10 പതിനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ എമൗണ്ട് തന്നെ കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലും വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അത് രണ്ടാമത്തെ ഇപ്പൊ ടീനേജ്, ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് നമ്മുടെ ഈ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സിനോടാണ് കൂടുതൽ താല്പര്യങ്ങൾ. സ്വർണത്തിന് തന്നെ 18 ക്യാരറ്റ് ഇപ്പോൾ പുതിയതായിട്ട് 14 ക്യാരറ്റ് 9 ക്യാരറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളോടൊക്കെയാണ് താല്പര്യം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ, അതായത് പറഞ്ഞു വരുന്നത് മാതാപിതാക്കൾക്കുള്ളത്ര ടെൻഷൻ കുട്ടികൾക്കില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് ആ ഒരു ബോധവൽക്കരണമാണ് നമുക്ക് ഈ പൊതുതലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ CBDയും നമ്മുടെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനും കൂടി ചേർന്നിട്ട് മലയാള മനോരമയും വനിതയും ചേർന്നിട്ട് നമ്മളൊരു വർഷത്തെ ക്യാമ്പയിൻ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ, അതായത് പുതുതലമുറയ്ക്ക് സ്വർണത്തിനോടുള്ള ആഭിമുഖ്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ആ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പൊ 2000 ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് അന്ന് ഒരു പവൻ മുതൽ ഈ 2024 വരെ ഓരോ പവൻ ഓരോ വർഷം വാങ്ങിച്ചിരുന്നെങ്കിൽ ഏകദേശം
5 മുതൽ 6 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ ഇന്ന് അതിന്റെ മൂല്യം 25 ലക്ഷം രൂപയാണ്. ഒരു ബാങ്കിൽ 1 ലക്ഷം, അന്ന് 1 ലക്ഷം ഇട്ടിരുന്നെങ്കിൽ പോലും ഇന്ന് 10 ലക്ഷം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ആഭരണത്തിനേക്കാൾ ഉപരി അതൊരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ നമ്മൾ പുതുതലമുറ അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂല്യവർദ്ധിത വസ്തുവാണ്. ഇപ്പോൾ ആഭരണം എന്ന് പറഞ്ഞാൽ ആഭരണമായിട്ടല്ല, മൂല്യവർദ്ധിത വസ്തുവായിട്ടാണ്. ഇപ്പോൾ ഇത്രയും ജമ്പിങ് ചെയ്യുന്ന വേറൊരു സംഗതിയില്ല. ഇപ്പോൾ ഇൻഷുറിൽ വരെ ആൾക്കാർ, റിയൽ എസ്റ്റേറ്റിൽ വരെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യില്ല, എല്ലാം ഗോൾഡിലാണ്. കാരണം അത്രയും മൾട്ടി ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ അച്ഛന്മാർ കൂടുതൽ കൊടുക്കുന്നുണ്ട്. കാരണം ഫാമിലിക്ക് ഇതൊരു അസറ്റാണ്, വെറും ആഭരണമായിട്ടല്ല ഇത്. അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ 2000-ൽ ഇപ്പോൾ ഇത്ര 4000 രൂപയുള്ള സാധനമാണ് ഇപ്പോൾ 1 ലക്ഷത്തിലെത്തി. ഇനിയും വർദ്ധിക്കുള്ളൂ. ഇപ്പോൾ താൽക്കാലികമായിട്ട് ലേശം ബാക്ക് അടിച്ചാലും ഇത് കൂടുതലായിട്ട് വർദ്ധിച്ചു വരികയാണ്. കാരണം നമ്മളൊക്കെ ബിസിനസ് തുടങ്ങുമ്പോൾ 720 രൂപയുള്ള ഒരു പവൻ ഇപ്പോൾ അത് 1 ലക്ഷത്തിലേക്ക് എത്തി. അപ്പോൾ എന്തായാലും ഇതൊരു അസറ്റാണ് എല്ലാവർക്കും. പക്ഷെ അതേസമയം നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വർണം ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉപാധിയാണെങ്കിൽ പോലും നമ്മുടെ ജനങ്ങൾ അതിനെ കേവലം ഒരു ആഭരണം എന്നുള്ളതിൽ കവിഞ്ഞൊരു നിക്ഷേപമായിട്ട് കണ്ടു തുടങ്ങിയിട്ടില്ല. നിക്ഷേപമായിട്ട് തന്നെ കണ്ടു തുടങ്ങിയത്. ഇപ്പോൾ ഈ ഒരു വിലക്കയറ്റിൽ നിക്ഷേപമായിട്ടാണ് കണ്ടത്. ഞങ്ങൾ കസ്റ്റമറായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കസ്റ്റമർ നിക്ഷേപമായിട്ട് തന്നെ അത് കണ്ടു. കല്യാണത്തിന് മാത്രമേ, കല്യാണത്തിന് വാങ്ങിച്ചില്ലെങ്കിലും ഇപ്പൊ ആഭരണം എല്ലാവരുടെ കട്ടായിട്ട് അസറ്റായി മാറി. ഇതൊരു വലിയ ഇൻവെസ്റ്റ് ആയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പം പല ആൾക്കാരും ഇപ്പം ഞങ്ങളൊക്കെ അനുഭവം കൊണ്ട് പറയുകയാണ്. കാരണം ഞങ്ങൾ കടയിലൊക്കെ ഇത് ആഭരണം വിറ്റിട്ട് ആദ്യം റിയൽ എസ്റ്റേറ്റിൽ അത് സ്ഥലം വാങ്ങിച്ച് വയ്ക്കാറ്. ഇപ്പൊ അത് തിരിച്ച് നേരം മാറി, കംപ്ലീറ്റ് സ്വർണത്തിലേക്ക് ആൾ മാറി. ഈ മൂല്യവർദ്ധിത വസ്തു ഇത്ര വേറൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ കല്യാണ വിവാഹത്തെക്കാൾ കൂടുതലായിട്ട് ആളുകൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ സ്വർണ്ണത്തെ കണ്ടു തുടങ്ങി. സ്വർണം എൻ്റെ ഒരു അഭിപ്രായത്തില് സ്വർണത്തിന് മൂല്യം വില വർദ്ധിക്കുന്നതുകൊണ്ടാണ് സ്വർണം ആളുകൾ വാങ്ങുന്നത്. സ്വർണം വില വർദ്ധിക്കാത്ത ഒരു സംഗതിയാണെങ്കിൽ ഇത്ര ആളുകൾ ഇത് വാങ്ങൂല. നേരത്തെ നമ്മളെ പ്രസിഡന്റ് പറഞ്ഞേ 2025 കൊല്ലത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ 4000-ൽ നിന്ന് ഏകദേശം 3000-ൽ നിന്ന് ഞാൻ 98-ലാണ് ഞാൻ ബിസിനസ് രംഗത്തേക്ക് വന്നത്. അത് ഏകദേശം പവന് 3000 രൂപയാണ്. ഇന്നിപ്പോൾ അത് 30 ഇരട്ടിയിലധികമാണ് മാറിയിട്ടുണ്ട്. 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ 30,000 ആയി. 30 ഇരട്ടി എന്ന് പറഞ്ഞാൽ 90,000. അതും കടന്ന് 1 ലക്ഷം ഇന്നിപ്പോ 1 ലക്ഷം കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പൊ മിക്കവാറും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 1 ലക്ഷത്തിലേക്ക് മുകളിൽ പോകാൻ സാധിക്കും. ഈ വിലവർദ്ധനം എന്നാണ് സ്വർണത്തിന്റെ ആകർഷകത്വം എന്ന് പറഞ്ഞത്. പെട്ടെന്നുള്ള വിലവർദ്ധന സമയത്ത് ബിസിനസ് കുറച്ചൊന്ന് സ്ലോ ആവും എന്നത് ശരിയാണ്. പക്ഷെ അത് ആളുകൾ പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്വർണത്തിന്റെ വില കയറ്റം നിങ്ങളുടെ കച്ചവടത്തെ ഏതെങ്കിലും തരത്തിൽ മോശമായിട്ട് ബാധിച്ചു? അത് പെട്ടെന്നുള്ള വില വർധനവ് ഒന്ന് സ്റ്റക്കാവും ബിസിനസ്. പക്ഷെ അത് നിലനിൽക്കാണ് വില പെട്ടെന്ന് അത് ആളുകളുടെ ഒരു സംസാരം അങ്ങനെയാണ്. പെട്ടെന്ന് വില വർദ്ധിക്കും, കുറയും. നിങ്ങൾ യൂട്യൂബിൽ കൂടെ പല വീഡിയോസും വരും. സ്വർണം 20,000 30,000 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്തരം റൂമേഴ്സാണ് ആളുകളെ തടഞ്ഞു നിർത്തുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 2008-09 സ്വർണം 10,000 കടന്നത്. അന്നത് വലിയ ന്യൂസായിരുന്നു. എല്ലാ പത്രത്തിലും വമ്പൻ ന്യൂസായിരുന്നു. അന്നത്തെ പ്രസംഗകരുടെയൊക്കെ പ്രസംഗത്തിലെ പ്രധാന വിഷയമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ 1 ലക്ഷം കിടക്കുമ്പോൾ അത്ര ന്യൂസ് വാല്യൂ ഇതിനില്ല. അപ്പൊ സ്വർണം വില കൂടിക്കൊണ്ടിരിക്കുന്ന വസ്തുവാണെന്ന് ആളുകൾ മനസ്സിലാക്കി. ഇനിയിപ്പം പറഞ്ഞാൽ അടുത്ത വർഷം എന്തായാലും 1.25 എന്തായാലും ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ അതായത് ഇപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ചിട്ട് മറ്റേ റിയൽ എസ്റ്റേറ്റ് പോലെയോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് പോലെയോ അല്ല. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സാധാരണക്കാരൻ അതിനെ കുറിച്ച് മനസ്സിലാക്കണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ അതിന്റെ ഓഡിറ്റിംഗ് നോക്കണം, ഏതാ കമ്പനി പെർഫോം ചെയ്യുന്ന നോക്കണം. ഇതങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണക്കാരൻ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്താൽ ഏത് താല്പര്യം 100 വർഷം എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ 200 വർഷം എടുക്കുകയാണെങ്കിലും അല്ല 50 വർഷം എടുക്കുകയാണെങ്കിലും ഗോൾഡിന് അപ്രീസിയേഷൻ വന്നിട്ടുള്ളൂ. ഒരിക്കലും ഡിപ്രീസിയേഷൻ ഗോൾഡിന് വന്നിട്ടില്ല. അപ്പോൾ 2050-ലൊക്കെ എത്തുമ്പോഴത്തേക്കും, അതായത് ഇനിയുള്ള 25 വർഷം കാണുമ്പോഴത്തേക്കും അതിനൊരു പവന്റെ 6 ലക്ഷമോ 8 ലക്ഷമോ ആയാലും അതിശോക്തി ഇല്ല. അടുത്ത 25 വർഷം കൊണ്ടുള്ള പെർഫോമൻസ്. അതെ. അപ്പം 2030 ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷവും 2050 ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 6 ലക്ഷം പവന് 6 ലക്ഷം വരെ പ്രതീക്ഷിക്കാം. ചേട്ടൻ നേരത്തെ പറഞ്ഞത് മുൻപ് 40-50 പവൻ കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പൊ 20 പവനും 15 പവനും ആയിട്ടുണ്ട്. അത് ഈ സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന
ഈ സ്വർണത്തിന്റെ വിലക്കയറ്റം കാരണമല്ലേ? അപ്പൊ പണമാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. അതായത് ഇൻവെസ്റ്റ്മെന്റ്, അതായത് പണ്ട് അതായത് 2 വർഷം മുന്നേ ഒരു 50 പവൻ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 25 ലക്ഷം രൂപ വേണ്ടിയിരുന്നു. ആ വർഷം ആ 25 lakhsന് ഇപ്പോഴും ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ആ 25 ലക്ഷത്തിന് 25 പവൻ വാങ്ങിക്കുന്ന അളവ് കുറയുന്നു, എമൗണ്ട് കുറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ടേൺ ഓവർ കുറയുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മൾ എത്ര ടേൺ ഓവർ ചെയ്തുകൊണ്ടിരുന്നത് ഇൻ ക്യാഷ്, ഇൻ ക്രോർസ്, ആ ടേൺ ഓവർ തന്നെ ഈ വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 5 പവനമായി ക്ലാസ് ഓഫ് പീപ്പിളിൽ മാത്രമേ കുറയണുള്ളൂ. അതിന്റെ മുകളിലുള്ള ക്ലാസ് അതിന്റെ വെയിറ്റ് കുറയ്ക്കുന്നില്ല. കൂടുതലാണ് ടേൺ ഓവർ കൂടി വരും. ഇൻ ക്യാഷ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടേൺ ഓവർ കൂടുതലാണ്. ഇൻ വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടേൺ ഓവറിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. അത് അടുത്ത വർഷം നമ്മളത് ഓവർകം ചെയ്യുന്നതാണ്. കാരണം കസ്റ്റമർ വീണ്ടും തിരിച്ചു വരാൻ ഈ എമൗണ്ട് ഇത് ഇനി കയറുന്നുള്ള ധാരണയിൽ, കയറുന്നുള്ള പ്രതീക്ഷയിൽ ആൾക്കാർ, ഉപഭോക്താക്കൾ വീണ്ടും സ്വർണത്തിലേക്ക് വീണ്ടും വാങ്ങിക്കാനുള്ള പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും പെൺകുട്ടികൾ സ്വർണത്തെക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായിരിക്കും എന്റെ കാരണം? ഇത് ഇപ്പോ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ആഭരണം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു കാപ്പവന്റെ റിങ് എടുക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 30,000 രൂപന്റെ അടുത്ത് വരും. അതേ സാധനം തന്നെ ഇപ്പോൾ ലൈറ്റ് വെയിറ്റിലെ ഒരു സാധാ റിങ് എടുക്കാൻ ഒരു 15-16 റുപ്യക്ക് റിങ് കിട്ടും. അപ്പൊ അതിൽ ഇപ്പോഴത്തെ ജനറേഷന് ഇപ്പൊ വില കൂടിയത് കാരണം അധികം ആൾക്കാർ ഈ ഡയമണ്ടിലേക്കാണ് ആകർഷിക്കുന്നത്. കല്യാണത്തിന് ഇപ്പോഴത്തെ ന്യൂജന് മാക്സിമം ഒരു ലൈറ്റ് വെയിറ്റ് ആണ് ആവശ്യം. ഇപ്പൊ ഒരു 5, 8, 10 പവനൊക്കെ എടുക്കുന്നത് ഇപ്പൊ ആ പൈസക്ക് തന്നെ ഏകദേശം ഡയമണ്ട് സെറ്റ് ഒട്ടാകെ ഉണ്ടാവും. അതിന്റെ പകുതി പൈസക്ക് ഇപ്പം വരുന്ന എല്ലാ ആൾക്കാരും ഇതിലേക്കാണ് വല്ലാതെ ആകർഷിക്കുന്നത്. ജ്വല്ലറി ഉടമകൾ നമ്മളോട് പറയുന്നത് ആളുകൾ സ്വർണത്തെ കേവലം ഒരു ആഭരണം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉയർന്ന വില ലഭിക്കുന്ന സ്വർണം ഇപ്പോൾ വാങ്ങി വെച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അതൊരു കൂടുതൽ റിട്ടേൺസ് ലഭിക്കുന്ന ഒരു നിക്ഷേപമായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന വില സ്വർണത്തിന്റെ വ്യാപാരത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളൊരു സന്തോഷമാണ് ജ്വല്ലറി ഉടമകൾ പങ്കുവെക്കുന്നത്. അതേസമയം സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയാണ് ഈ സ്വർണത്തിന്റെ വില വർധനവിനെ നോക്കിക്കാണുന്നതിലൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠനം നടത്തുന്ന ശ്രേയ എന്ന പെൺകുട്ടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും നമ്മൾ അലട്ടുന്നില്ല. പ്രത്യേകിച്ച് എന്റെ പ്രായത്തിൽ ഇപ്പൊ ഈ ജെൻസി എന്ന് പറയുന്ന 20 വയസ്സിലുള്ള കുട്ടികള് ഞങ്ങൾ ഒരിക്കലും ഈ ഒരു സ്വർണത്തിന്റെ വില അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ പോലുള്ള ജനറേഷൻ സ്വർണത്തിനോട് ഒരുപാട് ആഗ്രഹം കാണിക്കുന്ന ആൾക്കാരല്ല. കൂടുതലും ഇനിയിപ്പോ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ സ്വർണത്തിനോട് താല്പര്യമില്ലാതെ, സ്വർണം ഇല്ലാതെ കല്യാണം കഴിക്കണം എന്നാണ് ഞാൻ പോലും പ്രിഫർ ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുന്ന ഈ ഒരു കോളേജ് തന്നെ 3/4 ആളുകളോടും ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അവരാരും ആർഭാടപരമായിട്ട് കല്യാണം ആഗ്രഹിക്കുന്നവരല്ല. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർണമൊന്നുമില്ലാതെ സാധാരണ വളരെ സിമ്പിൾ ആയിട്ട് കല്യാണം കഴിക്കണം എന്നാണ്. നിങ്ങൾ സ്വർണത്തോട് പൊതുവെ മുഖം തിരിക്കുന്ന ഒരു അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ജനറേഷൻ എടുക്കുകയാണെങ്കിലും ഈ 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് നമ്മുടെ പാരന്റ്സ് തന്നെ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ അവർക്കാണ് ആദ്യ കൂട്ടുന്നത്. അവരാണ് ഈ സ്വർണത്തിന്റെ വിലനോട് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നത്. അവരാണ് ഇത് എന്താണ് കൂടുന്നത്, ഇതിങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നെല്ലാം ചിന്തിക്കുന്നത് അവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കൂടുതലും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ആക്കേണ്ട സമയമാണ്. പക്ഷെ ഇപ്പോഴും അവരെന്താണ് സ്വർണത്തിന്റെ വില കൂടും, ഇനി കൂടുതൽ സ്വർണം വാങ്ങാം, ഇനി സ്വർണം വാങ്ങി വെക്കാം, കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇനിയും വില കൂടും, അപ്പൊ അന്നേരം നമുക്ക് അതിന് ഉപകാരപ്രദമാകും. അങ്ങനെ ഒരു ചിന്താഗതിയിൽ ഇപ്പോഴേ വാങ്ങി വെക്കാം, ഇനിയും കൂടുമല്ലോ എന്നുള്ളൊരു ടെൻഷനിലാണ് പലവരും ഉള്ളത്. എന്റെ പാരന്റ്സ് അടക്കം ഞാൻ പറയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ എന്റെ പ്രായത്തിലുള്ളവരാരും ഇതിനെ ഒരുപാട് പ്രശ്നമായിട്ട് കാണുന്നില്ല. കാരണം നമ്മൾ ആരും താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. പുതിയ തലമുറയ്ക്ക് സ്വർണത്തിനോട് താല്പര്യം ഇല്ല, വളരെ കുറവാണ്. കാരണം ഇനി അതിന് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇപ്പൊ തന്നെ കുറെ ആന്റിക്സ് ആയിട്ടുള്ള ഗോൾഡ് മെറ്റീരിയൽസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പല ബിസിനസ്സുകളും പല ഇൻസ്റ്റഗ്രാം പേജുകൾ വഴിയാണെങ്കിലും ഈ ആന്റിക് ഗോൾഡ്സ് വളരെ പ്രബലമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പം അവൈലബിൾ ആണ്. പലവരും കല്യാണത്തിന് ഗോൾഡിന് പകരം ഈ ആന്റിക്സ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ഇനിയിപ്പോ ബ്രൈഡിന്റെ സിസ്റ്റർ ആയിക്കോട്ടെ, പണ്ടൊക്കെ ബ്രൈഡിന്റെ സിസ്റ്റർ പോലും ഗോൾഡ് ഒക്കെ ഇട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പൊ ആന്റിക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നമ്മളെ ഇവിടുത്തെ ബിസിനസ് മേഖലകളും അങ്ങനെ ഒരു പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് കൂടുതൽ പെൺകുട്ടികളും അതിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ഗോൾഡ് ഒരിക്കലും ഒരു ടെൻഷൻ പോകുന്നതിന്റെ ഒരു കാരണം ഗോൾഡിന്റെ വിലയും കൂടിയല്ലേ?
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ആയിരിക്കാം, അല്ലെങ്കിൽ അത് ചിലവർക്ക് ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു ഹെവി മെറ്റലിനോടുള്ള ആ ഹെവി മെറ്റൽ ധരിക്കാനുള്ള ഒരു താല്പര്യക്കുറവായിരിക്കാം. കാരണം ആന്റിക്സ് വളരെയധികം എന്താ പറയാ ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗോൾഡും അവൈലബിൾ ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വെറുതെ ആവശ്യമില്ലാതെ പൈസ മുതലാക്കി ഒരു ആഭരണം എന്നുള്ളതിന് പകരം ഒരു ദിവസം റെന്റഡ് ആയിട്ട് വരെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണല്ലോ ആഭരണങ്ങൾ. അപ്പൊ അങ്ങനെ ആളുകൾ ചൂസ് ചെയ്യുന്നതായിട്ടും കാണാൻ പക്ഷെ സാധിക്കുന്നുണ്ട്. ഗോൾഡിന് നമുക്ക് ഒരിക്കലും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല. ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് അത് വളരെ നല്ലൊരു സാധനമല്ലേ? അതെ അതെ, അത് വളരെ നല്ലൊരു സാധനമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇന്നത്തെ ജനറേഷൻ ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോളജും വളരെയധികം ഉള്ള ഒരു ജനറേഷൻ ആണ് നമ്മളത്. അപ്പം അങ്ങനെ ഒരു ഇതിലും സ്വർണം എന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്നതിന് പകരം പലവരും മറ്റുള്ള കാര്യങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നത്. ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് സാധനം സ്വർണ്ണമാണ്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് കൂടുതൽ നമുക്ക് താല്പര്യമുള്ളത് ഗോൾഡിനേക്കാളും. കാരണം ഗോൾഡ് ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് കണക്കാക്കുന്ന ആളുകളും ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അല്ല, ഞാൻ റിസ്ക് ഫാക്ടർ വളരെ കുറവാണ്. കാരണം ഇപ്പത്തെ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്. അഭിപ്രായം ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണിത്? ഗോൾഡിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്കൊന്ന് ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ആക്കി എടുക്കേണ്ട ഒരു സമയമാണിത്, ഇത്രയും വിലയുള്ള സമയത്ത്. കാരണം അത് നമുക്ക് എന്നിട്ട് നമുക്ക് അത് വേറെ പലതിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും.